ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ കൂട്ടുകാർക്കുള്ള പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നാളെ ഗണിതം എക്സാമിൻ്റെ ഫസ്റ്റ് പാർട്ട്, നാളെയുള്ള ഗണിതം എക്സാമിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വീക്കിലി 3 days ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക കേട്ടോ. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പം പ്രവർത്തനം 3 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 4ാമത്തെ പ്രവർത്തനം നോക്കാം അല്ലേ. കണ്ടെത്താം, എഴുതാം. അടുത്തടുത്ത സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ മക്കളെ, ആദ്യത്തെ വെഹിക്കിളിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്? 99, 100, 101 എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കിക്കേ. അവിടെ നമുക്ക് സെൻറ്ററിലായിട്ട് എത്ര തന്നിട്ടുണ്ട്? 121 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതും തൊട്ട് പിന്നെയുള്ള കോളങ്ങളിൽ നമ്പറുകൾ മിസ്സിങ് ആണ് അല്ലേ. അപ്പം നമുക്ക് അവിടെ എത്ര എഴുതണം? 120ൻ്റെ തൊട്ട് മുന്നേ 121ൻ്റെ തൊട്ട് മുന്നേയുള്ള സംഖ്യ ഏതാണ് മക്കളെ? 120 ആണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് 121, പിന്നെ ഏത് വരും? 122 എന്ന് വരും അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ നമുക്ക് എത്രയാണ്? 150 ഉണ്ട്. അതിനുശേഷം എത്രയാണ്? 151 ഉണ്ട് അല്ലേ. അപ്പം ഏത് സംഖ്യ കഴിഞ്ഞിട്ടാണ് മക്കളെ 150 വരുന്നത്? എത്രയാണ്? 149 ആണ് അല്ലേ. 149 കഴിഞ്ഞാൽ ഏത് വരും? 180 വരും. അതിനുശേഷം 151 വരും അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ മക്കൾക്ക് ചോദ്യം വരും. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 എക്സാമ്പിൾ നമുക്ക് വലിയ പ്രശ്നമല്ല അല്ലേ, നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവിടെയാണ് മക്കൾക്ക് ചെറിയൊരു സംശയം വരാനുള്ള സാധ്യത. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്കൊരു പാറ്റേൺ പൂർത്തിയാക്കാനാണുള്ളത്. 2 പാറ്റേൺസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ നോക്കിക്കേ, 110, 120, 130 അല്ലേ. ഇവിടെ എത്ര വീതമാണ് സംഖ്യകൾ കൂടി വരുന്നത്? 110ലോട്ട് വീണ്ടും ഒരു 10 ആഡ് ചെയ്തിട്ട് 120 പിന്നെ എന്ത് ചെയ്തു? വീണ്ടും ഒരു 10 ആഡ് ചെയ്തിട്ട് 130. അടുത്തത് എത്ര വരും? 140, 150 എന്ന് വരും അല്ലേ. അടുത്ത പാറ്റേൺ നോക്കിക്കേ മക്കളെ, 160 എത്രയായി? 140 അല്ലേ. ഇനി എത്രയാണ്? ഇവിടെ നമുക്ക് 10 വീതം കുറഞ്ഞാണ് വരുന്നത് അല്ലേ. 140 എന്നുള്ളത് 130 ആവും. 130 എത്രയായിട്ട് മാറും? 120 ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ മക്കൾ നോക്കിക്കേ, നമുക്ക് മുകളിലുള്ള ആ സെയിം പാറ്റേൺ റിവേഴ്സ് ഓർഡറിലാണ് നമുക്ക് താഴെ വന്നിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ, 110, 120, 130, 140, 150 എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 160, 150, 140, 130, 120 എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഒന്ന് ടീച്ചർ വെറുതെ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, വെറുതെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ചില കൂട്ടുകാർക്ക് ചിലപ്പം എന്ത് ചെയ്യും, ആദ്യത്തെ പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പാറ്റേൺ ആണ് ഇവിടെ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അവർക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണേ. നോക്കിക്കേ, വരച്ച് ചേർക്കാം, യോജിച്ചപ്പോൾ വരച്ച് ചേർക്കാം. അപ്പോൾ നോക്കിക്കേ മക്കളെ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഈ ഒരു കോളത്തിലുള്ള പിക്ചേഴ്സ് ഇവിടെയുള്ള ഏതൊക്കെ രൂപത്തിലേക്കാണോ മാച്ചായിട്ട് വരുന്നത് അപ്പോൾ അതിലോട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കുക, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് സിമ്പിളായിട്ട് വരച്ച് ചേർക്കാം. ഇതെവിടേക്ക് വരും? ഈ ഒരു ബോളിലേക്ക് വരും അല്ലേ. ഇതെവിടേക്കാണ് വരിക? ബിസ്ക്കറ്റിലോട്ട് വരും. ഇത് നമ്മുടെ ഈ ഒരു ഷട്ടിൽ ബാറ്റിൻ്റെ ആ ഒരു കോർക്കിൻ്റെ ആ ഒരു കൂടിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ ഇതേ രീതിയിലല്ലേ. ഇതെല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ പറ്റുന്നൊരു പ്രവർത്തനമാണ് കേട്ടോ. ചിത്രം തന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ചിത്ര പാറ്റേൺ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നോക്കിക്കേ, നമുക്ക് രൂപങ്ങൾ വെച്ചുകൊണ്ടുള്ള പാറ്റേൺ ആണ്. ഏതൊക്കെയാണ്? ചതുരം തന്നിട്ടുണ്ട്, പിന്നെയോ ചതുരമുണ്ട്, അതിനുള്ളിൽ ഒരു ത്രികോണമുണ്ട്, പിന്നെ ഒരു വൃത്തമുണ്ട് അല്ലേ. വീണ്ടും ചതുരമാണ്. ഇവിടെയുള്ള ചതുരം എവിടേക്ക് എത്തി? മുകളിലോട്ട് എത്തി അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സൈഡിലുള്ള സർക്കിൾ എവിടെ എത്തി? താഴേക്ക് എത്തിയിരുന്നു, നേരെ താഴേക്ക് ഇറങ്ങി അല്ലേ. ഇനി അടുത്തൊരു പിക്ചർ നോക്കിക്കേ, ഇവിടെയുള്ള ത്രികോണം എവിടേക്ക് എത്തിയിട്ടുണ്ട്? തൊട്ടടുത്ത സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. സർക്കിൾ അതുപോലെ തന്നെ തൊട്ടടുത്ത പൊസിഷനിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത വരുന്ന പിക്ചർ എന്തായിരിക്കും? നമ്മൾ ആ ചതുരം അങ്ങനെ തന്നെ വരച്ചു. ഇനി ഇവിടെയുള്ള ഈ ത്രികോണം എവിടേക്ക് മാറും?
എവിടേക്ക് മാറിയിട്ടുണ്ടായിരിക്കും? ഇവിടെ നോക്കിക്കേ, ഈ ഒരു മൂലയിൽ നിന്ന് അടുത്ത മൂലയിലോട്ട് മാറി അല്ലേ, മുകളിലോട്ട് മാറി, അതിനുശേഷം ഇവിടോട്ട് മാറി, പിന്നെ എവിടേക്ക് മാറും? താഴേക്ക് മാറും അല്ലേ, എവിടേക്ക് മാറും? താഴേക്ക് മാറും. അതായത് ഏകദേശം ഈ ഒരു ഭാഗത്തേക്കായിട്ട് മാറും. ഇത് നോക്കിക്കേ, നമുക്ക് വൃത്തമല്ല വരയ്ക്കാനുള്ളത്. ഇത് ഇവിടുന്ന് താഴേക്ക് ചാടി അല്ലേ, അതിനെന്ത് ചെയ്തു? അവിടുന്ന് ഈ ഒരു താഴേക്ക് ചാടി, അവിടുന്ന് ഈ ഒരു സൈഡിലോട്ട് ചാടി, പിന്നെ എവിടേക്ക് ചാടും? ഇവിടുന്ന് തൊട്ട് മേലെയുള്ള ഈ ഒരു പൊസിഷനിലോട്ടാണത് വരിക അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിലായിരിക്കും പാറ്റേൺ വരിക കേട്ടോ. ഇനി നമ്മുടെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ശരിയായതിന് ടിക്ക് ഇടുക. നമുക്ക് താഴെ രൂപങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേതാണ് മക്കളെ കറക്റ്റ്? നമ്മൾ വരച്ച പോലെയുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്? നമ്മൾ വരച്ചതേപോലെ തന്നെ താഴേക്ക് ത്രികോണം, അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ എന്തായിട്ട് വൃത്തമായിട്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തതിന് ചുറ്റും വട്ടം വരയ്ക്കുക. കൂട്ടത്തിൽ പെടാത്തതിൻ്റെ ചുറ്റും വട്ടം വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഇതും നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ പാർട്ടിൽ വന്നതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. പാറ്റേൺസ്, അതുപോലെ തന്നെ ചിത്ര പാറ്റേൺസ് ഒക്കെ, പിന്നെ മാച്ച് ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ മാത്സ് പൊതുവേ നമുക്ക് ഈസി ആയിട്ടാണ് എക്സാം ഉണ്ടാവാറുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് വീഡിയോയും ഈ വീഡിയോയും കണ്ടു പോവാം. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് മക്കളൊന്ന് കമൻറ്റ് ചെയ്ത് മിസ് ഓരോ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. ഇത് ഫസ്റ്റത്തത് ഇത് എ ഓപ്ഷൻ, രണ്ടാമത്തത് ബി, ഇത് സി, ഇത് ഡി കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം നിങ്ങൾക്ക് ഏതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് തോന്നുന്നത്. എ ആണെങ്കിൽ എ എന്നിടുക, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി എന്നിടുക കേട്ടോ, ഡി ആണെങ്കിൽ ഡി. ഓക്കെ, അപ്പം അതിന് മിസ് ഒരു സമയം തരാം, നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇടുക കേട്ടോ. കൂട്ടത്തിൽ നിങ്ങളുടെ പേരും കൂടി എഴുതിയിട്ടിടണേ. ഓക്കെ മക്കളെ, അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? എ ആണോ? എ അല്ല അല്ലേ. ഓക്കെ, ബി ആണോ? ബിയും അല്ല, എയും അല്ല, ബിയും അല്ല. സി ആണോ? അല്ല അല്ലേ. ഇതെല്ലാം ഏകദേശം ഒരേ രൂപത്തിൽപ്പെട്ടതാണ്. ഇനി ഡി ഓപ്ഷൻ നോക്കിക്കേ മക്കളെ, ഡി ഓപ്ഷൻ നോക്കൂ, ഇതേപോലെയുള്ളതാണോ? അല്ല അല്ലേ. അപ്പം ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? നമ്മുടെ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇത്ര കൂട്ടുകാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ടീച്ചർ ചെക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പാർട്ട് 2ലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നാളത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പിൻ്റെ കാര്യം മറന്നു പോകണ്ട. താല്പര്യമുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. കൂട്ടുകാർക്ക് വീക്ക്ലി 3 days നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലിട്ട് പറയാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.